ഹലോ. അപ്പൊ നമ്മളങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപിന്റെ പുതിയ പടമായിട്ടുള്ള പ പ പ എന്ന് പറഞ്ഞ മൂവിയുടെ ടീച്ചർ വന്നിട്ടുണ്ട്. പ പ അല്ല പ പ പ എന്നല്ല ട്ടാ. പെ എന്ന് പറഞ്ഞ പോലെ പ പ പിന്നെ ഭയം, ഭക്തി, പിന്നെ ബഹുമാനാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു സാധനമാണ്. അപ്പോ അതിന്റെ ടീസർ വന്നിട്ടുണ്ട്. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വേഗം നമുക്കത് റിയാക്ട് ചെയ്യാം. എന്നിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിൽ ആരൊക്കെ ഉണ്ട്, വേറെ ആരൊക്കെ ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അത് ആരെ ഡയറക്ട് ചെയ്ത് നമുക്ക് ആദ്യം കണ്ടതിന് ശേഷം പറയാം. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കുന്നേ? ഹലോ Kellogg's Muesli. മ്യൂസ്ലി. 12 grains, fruits, nuts and seeds in ഓക്കെ, സത്യം പറഞ്ഞു ഈ ലോകത്ത് എല്ലാവർക്കും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. എടോ തനിക്കറിയാലോ ആരാ വരാൻ പോകുന്നതെന്ന്. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാരം. അതാരടേ ലീവ് തന്നെയാണോ? മുണ്ടും മടക്കുത്തി കണ്ടപ്പോ മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാരം. ലീവാണോ? ജനപ്രിയ നായകൻ ദിലീപ്. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്തയാണ്. മാസാണല്ലോ. പിന്നെ പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. ഞാൻ ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. ഇനിയാണ് എന്റെ ഷോ. I will take you to the miraculous universe of the most wanted person you're searching for. എന്നെ ഞാൻ കൂടിയിട്ട് മോനെ മോനെ ബാ, ബാ, ബാ. ധനഞ്ജയ് ശങ്കർ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. ഓക്കേ, അങ്ങനെ അണ്ണൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒന്നുകൂടി കണ്ടാലോ അണ്ണന്റെ തിരിച്ചുവരവ്. സത്യം പറഞ്ഞ ഈ ലോകം അണ്ണന്റെ ലുക്ക് രക്ഷിച്ചോ. കുട്ടിയൊക്കെ വളർത്തി വെറൈറ്റി. പരമശിവന്റെ ലുക്ക് അല്ല, പക്ഷെ മീശ നമ്മളെ വാളയർ പരമശിവന്റെ പോലെ ഒക്കെ ഉണ്ട്. മുടി അങ്ങനെയല്ല. ഓക്കെ, നമുക്ക് ഒന്നുകൂടി കണ്ടോ. കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. ഉണ്ട്. എടോ തനിക്കറിയാലോ ആരാ വരാൻ പോകുന്നതെന്ന്. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാരം. ജനപ്രിയ നായകൻ. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്തയാണ്. അന്ത ടോക്കൻ. പിന്നെ പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. ഇയാള് കോമഡി ഒക്കെ ഇരുന്നാ മതി. ഇവന്റെ ഈ അല്ല, കളർഫുൾ comedy തന്നെ ആവും. പരിപാടികളൊക്കെ ഷോയാണ്. വൈകു ഇനിയാണ് എന്റെ ഷോ. അണ്ണന്റെ ലുക്ക് ഒരു രക്ഷിച്ചോ. മറ്റേ റെട്രോന്റെ ഐറ്റം ആണല്ലോ. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചില്ല. റെട്രോയില് സൂര്യ ഇട്ട പോലത്തെ ഒരു ഡ്രസ്സാണ്. I will take you to the miraculous universe of the most wanted person you're searching for. മോനെ ചിരിച്ചുകൊണ്ടുള്ള ഒരു മാസടി. ധനഞ്ജയ് ശങ്കർ പടം. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മള് ടീസറിൽ കണ്ടത്. ഭയം, ഭക്തി, ബഹുമാനം. വിനീത് ശ്രീനിവാസൻ ഞാൻ അതിന്റെ ടൈറ്റിൽ കണ്ടു, പക്ഷെ ധ്യാനം ഞാൻ ശ്രദ്ധിച്ചില്ല. ഏട്ടനും അനിയനും ഉണ്ട്.
ശ്രീനിവാസ് ഉണ്ട്, ധ്യാനുണ്ട്. പിന്നെ വേറെ ഇതിലൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഞാൻ കേട്ടതാണ്, റൂമറാണ്, എനിക്കറിയോ, അതായത് അറിയില്ല, നിങ്ങൾക്ക് അറിയോ എന്നുണ്ടെങ്കിൽ പറയും. ഇതില് ലാലേട്ടനുണ്ട് എന്നുള്ളൊരു റൂമർ ഞാൻ കേട്ടു. അത് സത്യമാണോ നിങ്ങൾ പറയൂ. ഇപ്പൊ അടുത്തൊരു സെറ്റിലത്തെ ഒരു ഫോട്ടോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ബ്ലാക്കും ഷർട്ട് ഇട്ടിട്ടുള്ള ലാലേട്ടന്റെ ഒരു ലുക്ക്, ഒരു പള്ളി ചെരുപ്പൊക്കെ ഇട്ടുള്ള ലുക്ക്. അങ്ങനെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ബബ്ബയില് അണ്ണന്റെ ക്യാമിയ റോൾ ഉണ്ട്, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ക്യാമിയ റോൾ ഉണ്ട്. ആ ഒരു ലുക്കില് ദിലീപിനെ ഇതിൽ കാണാണ്ട്. ഏത് ബ്ലാക്കും ഇട്ടുള്ള ഒരു ഫൈറ്റ് നമ്മൾ കണ്ടു. അപ്പോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, പക്ഷെ പറയാൻ പറ്റില്ല. ഇത് ഒരു പടാവും. ഫാമിലിയിലൊക്കെ ശേഷം അണ്ണന്റെ നല്ലൊരു പടം എനിക്ക് പേഴ്സണലി കിട്ടും. നല്ലൊരു പടം കിട്ടിയിട്ടില്ല. അണ്ണൻ തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് നല്ലതായിട്ട് തോന്നിയ ഒരു പടം ഫാമിലിയിലാണ്. അതിനുശേഷം എനിക്ക് അങ്ങനെ പേഴ്സണലി നല്ലൊരു പടം കിട്ടിയിട്ടില്ല. ഇത് കണ്ടിട്ട് കുറച്ച് പ്രതീക്ഷ തോന്നുന്നു. ഇത് നല്ലൊരു പടമാവും എന്നുള്ളൊരു പ്രതീക്ഷ, മൊത്തം ഓവറോൾ ഒരു ഫീല് നന്നാവട്ടെ. നല്ലൊരു ക്യാൻവാസിൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ പടം നന്നായി വരട്ടെ എന്ന് ആശംസിക്കാം. കുറെ ആയി നല്ലൊരു ദിലീപ് പടം കണ്ടിട്ട്. ഇതെന്തായാലും നല്ലൊരു പടമാവട്ടെ. കൂടെ നമ്മുടെ ലാലേട്ടനും കൂടി ഉണ്ടെങ്കിൽ അതൊരു പടാവും. അപ്പോ നമുക്ക് നല്ലൊരു പടത്തിന് വെയിറ്റ് ചെയ്യാം. ധനഞ്ജയ് ശങ്കർ എന്നാണ് ഡയറക്ടറിന്റെ പേര്. പിന്നെ ഷാൻ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ശ്രീനിവാസൻ ഉണ്ട്, ധ്യാനുണ്ട്, ബൈജുണ്ട്, അശോകനുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഉള്ള ഒരു അടിപൊളി പവർ പാക്ഡ് ഫിലിമാണ്. ഫണ്ണുണ്ടാവും, മാസ് ഉണ്ടാവും, എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫിലിം ആവും എന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ വിലയിരുത്തുക. എങ്ങനെ ഉണ്ടാവും ഈ പടം, നിങ്ങൾക്ക് ടീസർ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റിൽ അറിയിക്കാം. അപ്പോ വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.